ഹായ് ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അമീൻ ഗിരി. അപ്പോൾ നമ്മൾ ഡ്രാമയെല്ലാം ചെയ്യാറുണ്ട്, പക്ഷേ മിനി ഡ്രാമ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന സമയത്താണ് ദ ക്യൂൺ സിസ്റ്റം എന്ന് പറയുന്നൊരു മിനി ഡ്രാമ എൻ്റെ കണ്ണിൽപ്പെട്ടത്. കണ്ടപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ എനിക്കത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഡ്രാമ നന്നായി സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഡൗൺ ആണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും കൂടി ചെയ്യുക. ഇനി എന്തായാലും ഞാൻ നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ വൺലൈൻ പറഞ്ഞ് ഈ കഥയുടെ ഒരു ഗുമ്മ് ഞാൻ കളയുന്നില്ല. നമുക്കൊരു സബ്സ്ക്രൈബർ കൂടി ഈ ഒരു ഡ്രാമ സജസ്റ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ ബേസിലാണ് ഞാൻ പോയി കണ്ടത്. അപ്പം ഇനി നമുക്കിനി ഒട്ടും സമയം കളയാതെ ദ ക്യൂൺ സിസ്റ്റം, ഈ ഒരു മിനി ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോ, അതായത് അവിടുത്തെ പ്രിൻസ് ലീയുടെ വീട് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ ഹീറോയുടെ പെണ്ണ് കാണൽ ചടങ്ങാണ്. അതീവ സുന്ദരിയായ ആ വധുവിനെ ഹീറോ കാണുന്നതിനായിട്ട് വരുന്ന സംഭവമാണ്. പക്ഷേ ഇതറിഞ്ഞ നമ്മുടെ ഹീറോയുടെ മുറപ്പെണ്ണാണെങ്കിൽ നൈസായിട്ട് ആ ഒരു പെണ്ണിനെ അങ്ങോട്ട് വിഷം കൊടുത്ത് കൊന്നു കളനാണ്. ശേഷം ആ ഒരു ഭാഗത്ത് ആ ഒരു നമ്മുടെ മുറപ്പെണ്ണാണെങ്കിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ ഹീറോ ശേഷം പെണ്ണിനെ കാണുന്നതിനായിട്ട് അങ്ങോട്ടേക്ക് തന്നെയാണ് വന്നിടം തന്നെ ആ ഒരു പെണ്ണിൻ്റെ മുഖം തുറന്നു നോക്കുമ്പോൾ ദേ ഇരിക്കണം മുറപ്പെണ്ണ്. അവളുടെ അടുത്ത് എൻ്റെ വധു എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ അതുമായിട്ട് ബന്ധമില്ലാത്ത, ഇതേപോലെ എൻ്റെ ചേട്ടൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിലോ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവരുടെ അടുത്ത് എൻ്റെ വധുവിനെ കണ്ടെത്തുന്നതിനായിട്ട് ഇതേപോലെ ഹീറോ ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ഹീറോയുടെ കൂടെ ഉണ്ടായിരുന്ന സർവൻസ് ആണെങ്കിൽ ഇതേപോലെ വധുവിനെ തപ്പി നടക്കുമ്പോൾ ഒരു കൈ ആണെങ്കിൽ നേരെ വന്നിങ്ങനെ വീഴാണ്. ആ ഒരു കൈ കണ്ടിട്ട് അവരെല്ലാവരും പേടിക്കുന്നതാണ്. ഇതെന്താ പുതിയൊരു ജീവിയാണോ, ഇനി എന്തെങ്കിലും പുതിയ ജന്മമാണോ എന്നെല്ലാം വിചാരിച്ച്. അപ്പോൾ അതാ നൈസായിട്ട് തലയും പൊക്കി വരികയാണ്. ഇതാണ് നമ്മുടെ ഹീറോയിൻ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് വന്നത്, ഇത് ഏതാണ് സ്ഥലം, ഇവിടെ എന്തുവാ നടക്കുന്നത്, ഇതൊന്നും അറിയാതെ ആകെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയെ കാണുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഒരു ഗെയിമിനകത്തേക്ക് വന്ന സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നമ്മളിപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണല്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു ഗാട്ട കയ്യിൽ നിന്ന് വാളൂരി എടുത്തിട്ട് ഞാൻ നിന്നെ കൊല്ലും, നീ എന്നെ കൊല്ലും, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നിനക്ക് എന്നെ അറ്റാക്ക് ചെയ്യാം, നമ്മൾ മരിക്കുവാണെങ്കിൽ ഒരുമിച്ചെന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ സ്ക്രിപ്റ്റിലെ ഡയലോഗ് വായിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോക്കാണെങ്കിൽ ഇതേപോലെ ഇവള് ഭയങ്കര ധൈര്യശാലിയാണല്ലോ എന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മുടെ ഹീറോയിൻ്റെ മേലെ ഇമ്പ്രസ് ആവണയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ചിലപ്പോൾ ഇനി ഇവളായിരിക്കോ അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യം കാക്കാനായിട്ട് വന്നിരിക്കുന്ന ദേവത, ഇവളുടെ പൊട്ടൻഷ്യൽ ചെക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ വാളൊക്കെ തട്ടിക്കളഞ്ഞിട്ട് നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇവിടുത്തെ പ്രിൻസായി എന്നെ തന്നെ ആക്രമിക്കാൻ വരുമെന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്. അതേസമയം ആ ഒരു മുറപ്പൻ്റെ മുഖത്താണെങ്കിൽ ആരോരൊറ്റടി കൊടുക്കുകയാണ്. അവരാരും അടിച്ചെന്ന് കാണുന്നില്ല. അപ്പോഴതാ നമ്മുടെ ഹീറോയിൻ കണ്ട ആ ഒരു സുന്ദരനായ പയ്യൻ അവിടെ തെളിഞ്ഞു തന്നെയാണ്. നമ്മുടെ ഹീറോയിൻ ഓടിച്ചാടി അങ്ങോട്ട് വന്നിട്ട് ഹായ് സുന്ദര, നമ്മളിതിന് മുന്നേ കണ്ടിട്ടുണ്ടോ, പരിചയമുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പയ്യൻ്റെ പേരാണ് അവനാണെങ്കിൽ ഞാൻ ഇവിടുത്തെ സിസ്റ്റം കൺട്രോളർ, നീ ഇവിടുത്തെ ഹീറോയിൻ എന്ന് പേര് പറഞ്ഞാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജ്ഞി, അതേപോലെ നീ പോയിരിക്കുന്നത് ഒരു വീഡിയോ ഗെയിമിലാണ്, വെൽക്കം ടു മൈ ക്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിനു മുന്നേ നിന്നെ വെച്ച് വീഡിയോ ഗെയിം ചെയ്ത ആളാണെങ്കിൽ അദ്ദേഹം റിട്ടയറായി, ഞാനാണ് ഇപ്പോൾ ഇവിടെ സിസ്റ്റം മാനേജ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ജയിക്കണമെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വന്നുമായിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണിൽ സിൻസിയറായിട്ടും ഹാർഡ് വർക്കിംഗ് ആയിട്ടും ഭയങ്കരമായിട്ട് ചെയർ ചെയ്ത് നിൽക്കുന്നത് നീയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്താലേ നിനക്കൊടുന്ന് പുറത്തേക്ക് പോകാനും എനിക്ക് ഇവിടെ ഈ ഗെയിമിൽ വിജയിക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഇതേപോലെ നിൻ്റെ കൊല്ലാനായിട്ടാണ് ആ ഒരു മുറപ്പെണ്ണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു രാത്രി മാത്രം നീ ഒന്ന് സഹിച്ചാൽ മതി, നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം, അടുത്ത ലെവലിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് അങ്ങനെ തന്നെയായിരുന്നു, ഇത് കുറച്ച് നേരത്തെ പറഞ്ഞിട്ടോ വെളിവില്ലാത്തവനെന്നെല്ലാം പറഞ്ഞാണ്. അത് മാത്രമല്ല ആ ഒരു മുറപ്പെണ്ണാണെങ്കിൽ ഇന്ന് രാത്രി നിന്നെ വിഷം കൊടുത്ത് കൊന്നതായിരുന്നു, എന്നാൽ നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണെന്നെല്ലാം നമ്മുടെ ഓം പറയണതാണ്. ശേഷം ഹീറോയിൻ ബാക്ക് ടു വീഡിയോ ഗെയിമിൽ വന്ന ഉടൻ തന്നെ നമ്മുടെ ഹീറോയുടെ അടുത്ത് എന്നെ ഇതേപോലെ നിങ്ങളുടെ ആ ഒരു മുറപ്പെണ്ണാണ് കൊല്ലാൻ ശ്രമിച്ചതെന്നെല്ലാം പറഞ്ഞാണ്. ഇത് കേട്ടിട്ട് മുറപ്പെണ്ണാണെങ്കിൽ നിൻ്റെ കയ്യിൽ അതിന് തെളിവുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നതാണ്. അതിന് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല, പക്ഷേ നീ എന്തുകൊണ്ടാണ് ഈ ഒരു കല്യാണ ഡ്രസ്സിൽ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മുറപ്പെണ്ണിൻ്റെ വായ അടഞ്ഞുകൊണ്ടാണ് എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചിരിക്കണമല്ലോ. അപ്പം തന്നെ ഓടി വന്ന് നമ്മുടെ ഹീറോയുടെ അടുത്ത് വന്നിട്ട്
ഇല്ല പ്രിൻസ്, ഇതേപോലെ എൻ്റെ ചേട്ടൻ കഷ്ടപ്പെട്ട് യുദ്ധക്കളത്ത് നിൽക്കുകയാണ്, ഞാനാണെങ്കിലോ ഇവിടെ ചെയ്യാത്ത കുറ്റത്തിന് ഇതേപോലെ ശിക്ഷ അനുഭവിക്കാൻ പോവുകയാണ്, എനിക്ക് നീതി വേണം, ന്യായം വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഹീറോയുടെ അടുത്ത് പുലമ്പിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ പഴയ കുറേ മൂവീസിലേക്ക് കണ്ടാണ്, ഇനി ഈ അടവൊന്നും പറ്റത്തില്ല, നീ മിണ്ടാതിരിക്കുന്നല്ല നമ്മുടെ ഹീറോയിനും പറഞ്ഞാണ്. ഇതേ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ, അപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്നത് ആയിരിക്കുന്ന വൈൻ ബോട്ടിലാണ് ഇതേപോലെ വിഷം ചേർത്തിരിക്കുന്നത്, അങ്ങനെയെങ്കിൽ നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എനിക്കെന്തോ ഭാഗ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നെല്ലാം പറഞ്ഞാണ്. ഓഹോ, അങ്ങനെയെങ്കിൽ നീ രക്ഷപ്പെട്ടില്ലേ, എനിക്ക് ഭാഗ്യം ഉണ്ടാകാമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ആ വൈൻ കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഹീറോയിനാണെങ്കിൽ അത് തട്ടി നേരെ താഴത്തേക്ക് ഇടുകയാണ്. അത് താഴെ വീണ് പൊട്ടുമ്പോൾ തന്നെ ആസിഡ് പോലെ എന്തോ പുകയെല്ലാം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു മുറപ്പെണ്ണാണെന്ന് ചെയ്തതെന്ന് തെളിവില്ല, അതുകൊണ്ട് തന്നെ മുറപ്പെണ്ണിനെ ശിക്ഷിക്കാനും സാധിക്കത്തില്ല. എന്നാലും നമ്മുടെ ഹീറോയിൻ ചെയ്ത ഈ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ ഹീറോയ്ക്ക് നമ്മുടെ ഹീറോയിൻ്റെ മേൽ വളരെയധികം ഇമ്പ്രസ് ആവണയാണ്. അതുകൊണ്ട് തന്നെ ഗെയിമിൽ നമ്മുടെ ഹീറോയിൻ്റെ പോയിൻറ്റ്സ് അധികരിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കുകയും ചെയ്യണതാണ്. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ മേത്ത് ആ ഒരു വൈൻ ബോട്ടിൽ വീണിട്ട് ചെറിയൊരു മുറിവുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് എൻ്റെ കയ്യിൽ വീണുകൊണ്ട് ഇതെങ്ങാനും ഹീറോ കുടിച്ചിരുന്ന് വെച്ചെങ്കിലോ പിന്നെ എന്ത് സംഭവിച്ചേനെ. എന്നാൽ നമ്മുടെ ഹീറോയിൻ്റെ തൊട്ടടുത്ത് ഓയുണ്ട്. ഓയാണെങ്കിൽ നീ എന്തായാലും നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്, നീ ഇങ്ങനെ പോയി ഇവിടുത്തെ മഹാറാണിയാവണം, എന്നാൽ മാത്രമേ ഈ വീഡിയോ ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വന്ന് ഞാനും ഒരു ഹീറോയിൻ്റെ റോള് കൈകാര്യം ചെയ്യാനാണ്, ഞാനത് കലക്കും തിമിർക്കും എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഊവാണെങ്കിൽ അതെല്ലാം ശരി തന്നെയാണ്, പക്ഷേ അതെല്ലാം കുറച്ച് ടഫാണ്, നീ എന്തായാലും ഹീറോയുടെ അടുത്ത് വളരെ നല്ല രീതിയിൽ അടുത്തടുത്ത് പെരുമാറണം, ഹീറോക്ക് നിന്നെ വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഗെയിം വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ നീ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നീ ഹീറോയെ പ്രണയിക്കരുത്, അങ്ങനെയെങ്ങാനും നീ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിൽ നിന്ന് നമുക്കാർക്കും പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ ഈ ഒരു ഊവാണെങ്കിൽ വാൺ ചെയ്ത് കൊണ്ടാണ് നമ്മുടെ ഹീറോയിന്. ചേച്ചേ വന്ന് ആരെങ്കിലും വീഡിയോ ഗെയിമിലുള്ള ഒരു ക്യാരക്ടറെ ലവ് ചെയ്യോ? അതൊന്നും പറ്റത്തില്ല, എന്നാലും എനിക്ക് മാറ്റാനായിട്ട് ഡ്രസ്സ് വേണമെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഊവാണെങ്കിൽ അലമാര തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതിനുള്ളാണെങ്കിൽ നിറച്ചും ഡ്രസ്സാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ അതെല്ലാം കയറി പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഊവാണെങ്കിൽ ബേബി ഇതൊന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, നിനക്ക് ഇതിലുള്ള ഈ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ നീ കുറേ പോയിൻറ്റ്സ് ഇതേപോലെ കൈകാര്യം ചെയ്യണമെന്നെല്ലാം പറഞ്ഞാണ്. അതേസമയം താഴെയാണെങ്കിൽ ഇതേപോലെ ഒരു മൊബൈൽ ഇരിക്കുന്നുണ്ട്, അത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അതിന് നീ പോയിൻറ്റ്സ് മാത്രം എടുത്താൽ പോരാ, നീ നിറയെ ലെവൽസ് അൺലോക്ക് ചെയ്യണമെന്നെല്ലാം പറഞ്ഞാണ്. ഇതേ സമയം നമ്മുടെ ആ ഒരു ഹീറോയുടെ ഈ ഒരു മുറപ്പെണ്ണ അങ്ങോട്ടേക്ക് തന്നെയാണ്. മുറപ്പെണ്ണെ കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ മര്യാദ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് കൂടി ഉണ്ടായിരുന്ന വാലിക്കാരിയുടെ അടുത്ത് നമ്മുടെ ഹീറോയിനെ അടിക്കാൻ പറഞ്ഞാണ്. എന്നാൽ വാലിക്കാരിയാണെങ്കിലോ എന്നെപ്പോലെ ഒരു സുന്ദരിയായ ഒരാൾ തന്നെയാണ്, അതും എന്നെക്കൊണ്ട് ആ ഒരു എന്താ പറയുക പെണ്ണിനെ അടിക്കാൻ സാധിക്കത്തില്ല എന്ന് ന്യായമായ രീതിയിൽ സംസാരിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയിനും ആ ഒരു വാലിക്കാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണതാണ്. നീ അവളെ അടിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം, ഞാൻ അവളെ അടിച്ചോളാം എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ ഒരു മുറപ്പെണ്ണാണെങ്കിൽ ഹീറോയിനെ അടിക്കാനായിട്ട് കൈ പൊക്കി വരുമ്പോൾ നമ്മുടെ ഹീറോ വന്ന് കൈ കയറി പിടിച്ച് വലിച്ചപ്പുറത്തേക്ക് മാറ്റിയിട്ട്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ആളെ തല്ലും, ഇനിയെങ്ങാനും ഇവളുടെ നേരെ കൈയും പൊക്കി വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ നല്ല രീതിയിൽ ശിക്ഷിക്കും, നിൻ്റെ കൈയെല്ലാം ഒടിച്ചളയുന്നെല്ലാം പറഞ്ഞിട്ട് നിൻ്റെ ധൈര്യവും സാമർഥ്യവും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നിനക്ക് ഞാൻ ഒരു പ്രമോഷൻ തരാമെന്നല്ല നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞാണ്. കാരണം നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഈ ഒരു ക്യൂവിൻ്റെ ഒരു പോസ്റ്റിലേക്ക് ഈ ഒരു ഗെയിമിൽ മത്സരിക്കുകയാണല്ലോ, ഇതിൽ ഓരോ ഘട്ടം വിജയിച്ച് വന്നാൽ മാത്രമാണ് ലാസ്റ്റ് ക്യൂനാവാൻ സാധിക്കത്തുള്ളൂ, അതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഇത്. അപ്പോൾ അതേസമയം അങ്ങോട്ടേക്ക് പ്രത്യക്ഷപ്പെടണതാണ്. ഈ ഒരു കാരണവശാലും ഈ ചാൻസ് നഷ്ടപ്പെടുത്തരുത്, കാരണം ഈ ഒരു ചാൻസ് മുഖാന്തരം നമുക്ക് എന്തായാലും ഈ ഒരു രാജ്യത്തിൻ്റെ ക്യൂനാവാൻ പറ്റും, അതുകൊണ്ട് നീ ഇത് മിസ് ചെയ്തിരുന്നെല്ലാം പറയുമ്പോൾ അവൻ ഹാൻസം ആണ് എന്നുള്ള പേരിൽ അവൻ പറയുന്ന എല്ലാം എനിക്ക് അങ്ങോട്ട് അനുസരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടില്ല, അവൻ്റെ മൂത്തേക്ക് നോക്കി അവനെ കണ്ടാൽ തന്നെ അറിയാം അവനൊരു പ്ലേ ബോയ് ആണെന്ന്. നമ്മുടെ ഹീറോയിനെ തവരെ വേറെ ആർക്കും ഓവിനെ കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്, നമ്മുടെ ഹീറോയിൻ എന്തോ ഭ്രാന്താണെന്ന് എല്ലാവരും ചിന്തിക്കുന്നതാണ്. നോ നെവർ ഈ ഒരു പ്ലേ ബോയ്ക്കും വേണ്ടി അവൻ പറയുന്ന വാക്കൊന്നും ഞാൻ കേൾക്കില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ പൂവാണെങ്കിൽ നൈസായിട്ടൊന്ന് തള്ളിയേറാണ്. ആ ഒരു തള്ളിൽ നമ്മുടെ ഹീറോയിൻ നേരെ പോയിട്ട്
ഹീറോയുടെ നെഞ്ചത്താണെങ്കിൽ നൈസായിട്ടൊരു ഉമ്മ കൊടുക്കുകയാണ്. ഈ ഒരു ഉമ്മയോടുകൂടി തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിൽ ഹീറോയിൻ താല്പര്യപ്പെട്ടു എന്ന് മനസ്സിലാക്കണതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതിനായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഉള്ള സ്റ്റേജ് എന്ന് പറയുന്നത് വാലിക്കാരി, അതായത് സുന്ദരികൾ. നമ്മുടെ ഹീറോയുടെ കീഴിൽ കുറേ സുന്ദരികളുണ്ട്, അതിലൊരാളും മാത്രമാണ് നമ്മുടെ ഹീറോയിൻ. ഇനി ആ ഒരു ലെവലിൽ നിന്ന് വേണം ഉയർന്ന് ക്യൂൻ എന്ന പൊസിഷനിലേക്ക് വരാൻ. ശേഷം കാണിക്കുന്നത് നേരത്തെ കണ്ട ആ ഒരു സുന്ദരിയും നമ്മുടെ ഹീറോയിനും തമ്മിൽ സംസാരിക്കുകയാണ്. ആ ഒരു സുന്ദരിയാണെങ്കിൽ ഇതിനു മുന്നേ കുറേ പേര് ഇതേപോലെ വന്നിട്ടുണ്ട്, അവരാരും ഹീറോയുടെ അടുത്ത് ഇത്ര അടുപ്പത്തിൽ നിന്നിട്ടില്ല. എന്തിന്, ഞാൻ വരെ 6 മാസമായി വന്നിട്ട്, പക്ഷേ എൻ്റെ അടുത്ത് പോലും ഹീറോക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങളുടെ അടുത്ത് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തോന്ന് ഇത്രയും സുന്ദരിമാരെ ഹീറോ വെച്ചോണ്ടിരിക്കണേ, എന്തുവാ അതിലെന്തോ ഒരു കുട്ടൻസ് ഉണ്ട്, ഹീറോ ആനയാണ്, പുലി, ചക്ക, മാങ്ങ അതൊക്കെ വേണമെന്നില്ല ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾ പറയുന്നത് പറയുമ്പോൾ, ഓ അതൊക്കെ വിട്, ഞാൻ എന്ത് വന്നാലും ഹീറോയുടെ ആ ഒരു മുറപ്പെണ്ണിനെ ഞാൻ എന്തായാലും പൊറുക്കത്തില്ല, അവളെ എന്നെ കുറേ വിഷമിപ്പിച്ചു, ഞാൻ അവളോട് എന്തായാലും പൊറുക്കത്തില്ല എന്നെല്ലാം പറയുമ്പോൾ അവിടെ നമ്മുടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വാവ് സൂപ്പർ, ഞാൻ വിചാരിച്ചില്ല എത്ര പെട്ടെന്ന് നീ ഭയങ്കരമായിട്ട് ഈ ഒരു ഗെയിമിൽ അഡിക്റ്റ് ആവുമെന്നും ഈ ഒരു ക്യാരക്ടറിനൊത്ത് ഇണങ്ങുന്നു. ശരി, ഞാൻ നിനക്കൊരു ടാസ്ക് തരാം, നീ നേരെ പോയിട്ട് ഹീറോയുടെ മുറപ്പൻ്റെ മുഖത്ത് എന്തെങ്കിലും ഇങ്ങനെ കുത്തി കുറച്ച് വെക്ക്, അങ്ങനെയാണെങ്കിൽ നിനക്ക് 10 പോയിന്റ് എക്സ്ട്രാ എന്ന് പറഞ്ഞാണ്. നമ്മുടെ ഹീറോയിനും ഇത് കേട്ടിട്ട് നേരെ ചെന്നിട്ട് ഡയറക്റ്റായിട്ട് ഇതേപോലെ ആ ഒരു മുറപ്പെണ്ണ മേത്ത് കുത്തിവരക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഈ മുറപ്പെണ്ണാണെങ്കിൽ അവളുടെ അസിസ്റ്റൻറ്റിനെ വെച്ചിട്ട് നമ്മുടെ ഹീറോയിനെ ബ്ലോക്ക് ചെയ്തിട്ട് മുഖത്ത് ലൂസർ എന്ന് എഴുതി വെക്കണതാണ്. ഇതെല്ലാം കണ്ടിട്ട് ആണെങ്കിലോ, ഞാൻ നിന്നെ വെറുതെ കുറച്ച് കൂടുതൽ കണ്ട്, നീ വെറും കുറവാണ്, ഞാൻ നിനക്ക് വേറൊരു ടാസ്ക് തരാമെന്നല്ല നമ്മുടെ ഈ ഒരു പറയണതാണ്. ശേഷം ആണെങ്കിൽ നെക്സ്റ്റ് ടാസ്കിലെങ്കിലും നീ നമ്മുടെ ഹീറോയെ സെഡ്യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്ത്, ഞാൻ അവനെ സെഡ്യൂസ് ചെയ്യണമെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോ പുറകിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്ത്, നീ ആരെയും സെഡ്യൂസ് ചെയ്യണ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട്, ഓ മൈ ലോഡ് എന്നോട് ക്ഷമിക്കണം, അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വെമ്പുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ മുഖത്ത് പാണ്ടാക്കരടിയപ്പുള്ള രൂപം കണ്ടിട്ട് നമ്മുടെ ഹീറോ ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്താ എൻ്റെ മുഖം ക്യൂട്ടായിട്ടുണ്ടോ, ഇത് എവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ കയ്യിലുണ്ടായിരുന്നൊരു ടവൽ വെച്ചിട്ട് മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നതാണ്. ശേഷം നമ്മുടെ ഹീറോയിൻ്റെ മുഖം ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെ കളിയാക്കിയിട്ട് ഇതേപോലെ സ്നേഹം കാണിക്കണമെന്ന് പറയുമ്പോൾ ഇതേപോലെ തുടച്ചെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എനിക്ക് നിന്നോട് വളരെ നല്ല ഇഷ്ടമുണ്ടെന്നല്ല നമ്മുടെ ഹീറോയും പറഞ്ഞാണ്. ശരി, നിനക്ക് ഞാൻ നല്ല ഡ്രസ്സെല്ലാം വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയിനും ആകെ സന്തോഷമാണ്. നമ്മുടെ ഹീറോയെ സന്തോഷപ്പെടുത്തി ഇമ്പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ആണെങ്കിൽ ഹീറോയിന് കുറേ പോയിന്റ്സ് കൊടുക്കുകയാണ്. ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു മൂലയിലിരുന്ന് കുക്കീസ് എല്ലാം തിന്നുമ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട്, നീ എന്താണ് ഈ ചെയ്യുന്നത്, നിനക്കറിയാൻ പാടില്ല, നീ ഹിസ്റ്റോറിക്കൽ ഡ്രാമ ഒന്നും കാണാറില്ലേ, അതിൽ നീ കണ്ടിട്ടില്ലേ ഇതേപോലെ ഒരു വിഷയമില്ലെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കാറ്റിൽ പാറണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ ഒരു സംബന്ധമില്ലാതെ അതേപോലെ നിനക്കും ചെയ്തിട്ടെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് ഈ ഒരു ഗെയിമിൽ വിജയിക്കാൻ പറ്റുമോ, ഇനിയൊരു പക്ഷേ ഞാൻ മരിച്ചു വയ്ക്കുന്നുണ്ട് തിരിച്ചു വരുമെന്നെല്ലാം ചോദിക്കുമ്പോൾ നമ്മുടെ ആണെങ്കിൽ ഈ ഒരു ഗെയിമിൽ നീ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ നിൻ്റെ ചാപ്റ്റർ തീരും, അതേപോലെ തന്നെ മോഡേൺ വേൾഡിൽ നിൻ്റെ കാര്യം ഗോവിന്ദാന്നെല്ലാം പറഞ്ഞാണ്. ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് തരാൻ പറയുമ്പോൾ നമ്മുടെ ആണെങ്കിൽ ശരി, അങ്ങനെയാണെങ്കിൽ നീ നേരെ ചെന്നിട്ട് ഹീറോയെ കിസ് ചെയ്യാൻ പറഞ്ഞാണ്. നമ്മുടെ ഹീറോയിൻ എങ്ങനെ ഹീറോയെ കിസ് ചെയ്യുമെന്നെല്ലാം പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് എംബ്രോയിഡറി ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട്, എന്ത്, നീ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററാണ്, ആ ഒരു പ്രൈം മിനിസ്റ്റർ ഇതേപോലെ എംബ്രോയിഡറി എല്ലാം ചെയ്യുന്നതെന്നെല്ലാം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. അതേസമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അപ്പോൾ ഞാൻ വലിയ ഇടത്തിലെ പെണ്ണാണല്ലേ, അപ്പോൾ നമുക്ക് കുറേ പേരും കുഴപ്പമൊക്കെ ഉണ്ടാവുമല്ലോ എന്നല്ല ഇങ്ങനെ ആലോചിച്ച് എംബ്രോയിഡറി ചെയ്യുന്നതിനിടയിൽ കയ്യിൽ ഇങ്ങനെ കുത്തുകൊള്ളണയാണ് സൂചി വെച്ചിട്ട്. അപ്പോൾ ഹീറോ ആണെങ്കിൽ എന്തിനാണ് നീ കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, ഇനിയൊരു പക്ഷേ ഭാവിയിൽ നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു പണി അറിയത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ബ്ലെയിം ചെയ്താലെന്നെല്ലാം ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ കുറേ ജോലിക്കാരുണ്ട്, അവരെന്തെല്ലാം ചെയ്തോളൂ എന്നെല്ലാം പറഞ്ഞിരിക്കുകയാണ്. ശേഷം നമ്മുടെ ഹീറോയിൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഹീറോ ഡ്രസ്സ് ഇങ്ങനെ മാറ്റി നിൽക്കുകയാണ്. നമ്മുടെ ഈ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത്, മൈലോഡ് നിങ്ങളൊരു കാര്യം ഓർക്കുക, എൻ്റെ കൂടെ റിലേഷൻഷിപ്പ് വെക്കണമെങ്കിൽ തന്നെ ഇതേപോലെ നമ്മൾ തമ്മിൽ അങ്ങനെ ഇങ്ങനെ നടക്കില്ല, കാരണം നിങ്ങൾ ഇതിനു മുന്നേ കുറേ പെൺപിള്ളേരെ കണ്ടുണ്ടാവും, പക്ഷേ അവരുടെ ആരുടെയും കൂട്ടല്ല ഞാൻ എന്നല്ല നമ്മുടെ ഹീറോ ഇങ്ങനെ പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇമ്പ്രസ് ആവണയാണ്. ശരി,
അതൊക്കെ കുഴപ്പമില്ല, എന്നാലും നമുക്ക് തമ്മിൽ ഒരുമിച്ച് കിടക്കാലോ എന്ന് പറഞ്ഞ് ഹീറോയിനെ നേരെ കട്ടിലേക്ക് പിടിച്ചിട്ടിട്ട് അവിടെ ഒരു കിസ്സിങ് സീൻ നടക്കുകയാണ്. ഈ ഒരു ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഡ്രസ്സെല്ലാം കിട്ടിയിരിക്കുകയാണ് കുറേ. അതെല്ലാം കണ്ട് സന്തോഷിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അടുത്തേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു പേടിയാണ്, ഇനി എങ്ങനെ ഞാൻ എന്നെ സ്നേഹിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ശരി ശരി ഇനി മതി 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 ഇനി പുറത്തേക്ക് എന്ന് പറഞ്ഞ് ഹീറോ ഇങ്ങനെ തള്ളിപ്പോറിടുമ്പോൾ ഹീറോ ആണെങ്കിൽ ഹീറോയിനോട് ദേഷ്യപ്പെടുന്നതാണ്. ഞാൻ പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നീ എന്തേ കാണിക്കുന്നത്, ഇതുവരെ ഒരു പെങ്കൊച്ച് പോലും എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് ഹീറോയിൻ്റെ അടുത്ത് ദേഷ്യപ്പെടണതാണ്. ഇതേ സമയം തിരിച്ച് നമ്മുടെ ഹീറോയിനും ദേഷ്യപ്പെടാൻ തുടങ്ങുകയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ശരി ഞാൻ നിൻ്റെ അടുത്ത് ഇനി കിടക്കണില്ല, ഞാൻ ഇനി ആ ഒരു ബ്യൂട്ടി, അതായത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഹീറോയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടില്ലേ ഹീറോയിനെ, ആ പെണ്ണിനെ കണ്ടിട്ട് ബാല്യക്കാരി, അവളുടെ കൂടെ പോയി കിടന്നോളാന്ന് പറഞ്ഞിട്ട്, അവളുടെ ഒരു ബൈലിന്നാണ്, ബൈലിയുടെ കൂടെ പോയി കിടന്നോളാന്ന് പറഞ്ഞിട്ട് ബൈലിയുടെ അടുത്തേക്കില്ലാണ്. ബൈലിയാണെങ്കിൽ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് പോയി വരുമ്പോൾ നമ്മുടെ ഈ ഹീറോ ആണെങ്കിൽ എന്നോട് ഞാൻ എത്ര വർഷം പറഞ്ഞിരിക്കുന്നു ഈ ഒരു പേര് പറഞ്ഞാണ്, ഇപ്പോൾ ആ പേര് ഞാൻ നൈസായിട്ട് ഒതുക്കി വെച്ചേക്കുന്നതാണ്, പേര് കിട്ടിയിട്ടില്ല, അപ്പോൾ ആ ഒരു പേര് ഞാൻ പറയാം. അതുകൊണ്ട് തന്നെ നീ എന്തിനീ ഡ്രസ്സ് കിട്ടണമെന്ന് അവളെ ഉറപ്പിക്കുന്ന ഒരു ഡ്രസ്സ് ഇട്ട് വരാൻ പാടില്ലെന്നെല്ലാം പറയുമ്പോൾ, ഓ മൈ ലോഡ് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ നീ പേടിക്കണ്ട, ഞാൻ നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഹീറോ എന്തോ പ്ലാൻ ചെയ്യണതാണ്. അത് നമ്മളെ കേൾപ്പിക്കുന്നില്ല. അവിടെ സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ രാവിലെ എണീറ്റ് വരുമ്പോൾ ഹീറോ പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഹീറോയെ കണ്ടിട്ട് രാത്രി എന്തൊക്കെയോ പരിപാടിയൊക്കെ നടന്നു എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്കിടയിൽ ഒന്നും നടന്നില്ല, ഞാൻ ചുമ്മാ ജസ്റ്റ് അവിടെ കാണാൻ പോയെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും ഇതേപോലെ ആരാണീ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നേരത്തെ കട്ട് ചെയ്ത ആ പേര് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ പേര് പറയരുത്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പാടില്ലാത്തത്, അവൾ എന്താ ചെയ്യുന്നതെല്ലാം പറയുമ്പോൾ അവളെൻ്റെ പഴയ ഒരു കളിക്കൂട്ടുകാരിയായിരുന്നു, ഞങ്ങൾ തമ്മിൽ കല്യാണമൊക്കെ ഭാവിയിൽ ഉറപ്പിച്ചായിരുന്നു, പക്ഷേ ഞങ്ങളുടെ ശത്രു രാജാവായിട്ട് അവളെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും ഇനി ഒരു പക്ഷേ ഞാനും ഇതേപോലെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ നീയും ഞങ്ങളുടെ പോലത്തെ ശത്രു രാജ്യത്തെ പോയിട്ട് കല്യാണം കഴിക്കാമെന്ന് പറയുമ്പോൾ അതൊന്നുമല്ല, ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, ശരി വിടുന്നു പറഞ്ഞു. ഇതേ സമയം ആ ഒരു ബ്യൂട്ടിയെ നമ്മുടെ മുറപ്പെണ്ണാണെങ്കിൽ നിന്നെ ഹീറോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ നിന്നെ മലയെ പുറത്തേക്ക് കൊണ്ടുപോയി നല്ല രീതിയിൽ ശുശ്രൂഷിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് നീ ഞങ്ങളോട് വരാൻ പറയുമ്പോൾ ഇതെന്തോ പന്തികെടുത്തു നമ്മുടെ ഹീറോയിൻ ഇടപെടുമ്പോൾ, എന്നാൽ ഇപ്രാവശ്യം അത് വഴിക്ക് പോകുന്നില്ല, അവളെ കൊണ്ട് പോകണം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പുറകെ പോകുമ്പോൾ പിടിച്ചിട്ട് നീ ഇപ്പോൾ ഇവിടെ നിൽക്കണമെന്നല്ലാതെ ഭാവിയിൽ അവൾക്ക് കിട്ടാൻ പോകുന്ന ബൾബ് അത് നീ ഇടപെട്ട് കഴിഞ്ഞാൽ അത് നിനക്ക് കാണാൻ പറ്റത്തില്ല, അത് കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നല്ല നമ്മുടെ പറഞ്ഞതാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരുവിധ കൂസലും ഇല്ലാതെ സമാധാനമായിട്ട് എപ്പോഴത്തെയും പോലെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ പൂവാണെങ്കിൽ ഇതേപോലെ നീ എന്താ വെറുതെ ഇരിക്കുന്നത്, നീ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആര് പറഞ്ഞു എനിക്ക് ഗെയിം കംപ്ലീറ്റ് ചെയ്ത് പുറത്ത് പോകണമെന്ന്, ഇവിടെ തന്നെ ഇരുന്നാൽ മതി, അവിടെ പോയി കഴിഞ്ഞാൽ കഷ്ടപ്പെടണം, ഇവിടെയാണെങ്കിൽ സമയം ആഹാരം, ഫുഡിൻ്റെ ഡ്രസ്സ് എന്ത് വേണേലും കിട്ടും, ഞാൻ വെറുതെ തന്നെ പുറത്ത് പോകുന്നത്, ഞാൻ പുറത്തേക്കൊന്നും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പറഞ്ഞ കേട്ടില്ലെങ്കിൽ ഹീറോയുടെ അമ്മാവൻ, അതായത് വയസ്സായ ആളെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും ഇത് കേട്ട് പേടിച്ചിട്ട് വേണ്ട വേണ്ട നീ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം, വയസ്സായ ആൾക്കൊന്നും എനിക്കിതേപോലെ വാലിയക്കാരായിട്ടിരിക്കാനൊന്നും പറ്റില്ലെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ നിനക്കൊരു ടാസ്ക് തരാം, നീ നമ്മുടെ ഹീറോയെ കടിക്കണമെന്ന് പറയുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഞാൻ കടിക്കാനാ ടാസ്കാ, കഴുത തന്ന ടാസ്ക് അത് ഏറ്റെടുത്തില്ല പറ്റുള്ളൂ, എന്തോന്ന് അതല്ലെന്നേ കടിക്കണേ ഞങ്ങൾക്ക് തന്നെ ഒന്നില്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ് കൊടുത്ത് കടിക്കണം, അല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ് ഈസ്റ്റ് ഒരിക്കലും കാലത്തില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ സെൽഫി എടുത്ത് കടിക്കണം, അല്ലെങ്കിൽ ഫോൺ എൻ്റെ കയ്യിലില്ല, നീ പോടാ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹീറോ തൊട്ടടുത്തുണ്ടല്ലോ, നീ ആരെ കടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് നമ്മുടെ ഹീറോയെ കടിച്ച് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത ടിപ്പിനെ കാണിക്കുന്നത് നമ്മുടെ മുറപ്പെണ്ണൊപ്പം ഹീറോ നടന്നു പോകുമ്പോൾ മുറപ്പെണ്ണാണെങ്കിൽ ഇതേപോലെ നമ്മുടെ ഈ ഒരു നാട്ടിനടുത്തായിട്ടൊരു മന്ത്രവാദി വന്നിട്ടുണ്ട്, മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്യാനാണ് പണിയെന്നെല്ലാം പറയുമ്പോൾ അത് ശരി ഈ മന്ത്രവാദിയായിട്ട് നിനക്കെന്താ കമ്പനി, അല്ല നമ്മളായിട്ട് എന്താ കമ്പനി എന്ന് ചോദിക്കുമ്പോൾ ഈ മന്ത്രവാദിന് ചിലപ്പോൾ നമ്മുടെ ഹീറോയിനെ മനസ്സ് കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ഈ നാട്ടിനെ നശിപ്പിക്കാനായിട്ട് വന്നെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എനിക്ക് അവളിൽ നല്ല വിശ്വാസമുണ്ട്, നീ ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ നാട് കടത്തുന്നെല്ലാം പറഞ്ഞ് ഹീറോയുടെ മുറപ്പെണ്ണിനെ ഇതേപോലെ വാൺ ചെയ്ത് നടത്തുന്ന ഈ ഒരു
മിനി ഡ്രാമയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഫൈനൽ പാർട്ടായിട്ട് മാക്സിമം ഞാൻ നാളെ തന്നെ എത്തും. ഈ ഒരു ഡ്രാമ എങ്ങനെയുണ്ട്, എന്തായാലും നെക്സ്റ്റ് പാർട്ടാണ് ഇൻട്രസ്റ്റിങ്ങും അതേപോലെ തന്നെ കുറച്ച് ത്രില്ലിങ്ങും കുറച്ച് സസ്പെൻസ് എല്ലാം അടങ്ങിയത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരെയും ഇൻട്രോ ഓൾ സൈനിങ് ഓഫ്. ബൈ.